പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ BIYindia.com/Malayalam എന്ന ലിങ്കിൽ നിന്ന് ലഭ്യമാണ്. ഇന്ന് 243 ദിവസം. ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ: ജെറമിയ അധ്യായം 28 29, ദാനിയേൽ അധ്യായം 10 11, സുഭാഷിതങ്ങൾ അധ്യായം 16, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 28. ജെറമിയായും ഹനനിയായും. ആ വർഷം യൂദാ രാജാവായ സെദെക്കിയായുടെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ 4-ാം വർഷം 5-ാം മാസം ആസൂറിൻ്റെ പുത്രനും ഗിബെയോണിൽ നിന്നുള്ള പ്രവാചകനുമായ ഹനനിയ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും സകല ജനത്തിൻ്റെയും മുമ്പിൽ വെച്ച് ഇപ്രകാരം എന്നോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർത്ത് കളഞ്ഞിരിക്കുന്നു. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ കർത്തൃഭവനത്തിലെ എല്ലാ ഉപകരണങ്ങളും ഇനിയും 2 വർഷക്കാലത്തിനകം ഞാൻ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ പുത്രൻ യെക്കോണിയായെയും ബാബിലോണിലേക്ക് പോകുന്ന യൂദായിലെ എല്ലാ വിപ്രവാസികളെയും ഞാൻ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. തീർച്ചയായും ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലും കർത്താവിൻ്റെ ആലയത്തിൽ കൂടിയിരുന്ന ജനം മുഴുവൻ്റെയും മുമ്പാകെയും ഹനനിയ പ്രവാചകനോട് സംസാരിച്ചു. ജെറമിയ പ്രവാചകൻ പറഞ്ഞു: ആമേൻ, കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. കർത്താവിൻ്റെ ഭവനത്തിലെ ഉപകരണങ്ങളും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് നീ പ്രവചിച്ച നിന്റെ വാക്കുകൾ കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാനിപ്പോൾ നീ കേൾക്കുകയും ജനം മുഴുവൻ്റെയും കേൾക്കുകയും പറയുന്ന ഈ വചനം കേട്ടാലും, എനിക്കും നിനക്കും മുൻപ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങളോടും പ്രബല രാഷ്ട്രങ്ങൾക്കെതിരായും യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് ആ പ്രവാചകന്റെ വാക്ക് നിറവേറുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകം എടുത്ത് അത് ഒടിച്ചു കളഞ്ഞു. ജനം മുഴുവൻ്റെയും മുമ്പാകെ ഹനനിയ ഇപ്രകാരം പറഞ്ഞു: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ നുകം 2 വത്സരത്തിനകം ഇങ്ങനെ തന്നെ ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമിയ പ്രവാചകൻ തൻ്റെ വഴിക്ക് പോയി. ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ നുകം ഒടിച്ചു കളഞ്ഞതിന് ശേഷം ജെറമിയായ്ക്ക് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി: ചെന്ന് ഹനനിയായോട് ഇപ്രകാരം പറയുക: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, തടിനുകങ്ങൾ നീ ഒടിച്ചു കളഞ്ഞു, പക്ഷേ അവയ്ക്ക് പകരം ഇരുമ്പ് നുകങ്ങൾ നീ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുന്നതിന് ഈ ജനതകളുടെ എല്ലാം കഴുത്തിൽ ഞാൻ ഇരുമ്പ് നുകം വച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും. വയലിലെ മൃഗഗണത്തെപ്പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു: ഹനനിയ, ശ്രദ്ധിച്ചാലും കർത്താവ് നിന്നെ അയച്ചില്ല. എങ്കിലും നീ ഈ ജനത്തെ വ്യർത്ഥതയിൽ ആശ്രയിക്കാനിടയാക്കി. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ നിന്നെ ഞാൻ ഭൂമുഖത്ത് നിന്ന് പറഞ്ഞയക്കുന്നു. ഈ വർഷം നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെതിരെ ധിക്കാരം സംസാരിച്ചിരിക്കുന്നു. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു. ജെറമിയ അധ്യായം 29. പ്രവാസികൾക്കുള്ള കത്ത്. നെബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ വിപ്രവാസികളായ മുഖ്യശ്രേഷ്ഠർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിലെ വചനങ്ങളാണ് ഇവ. യെക്കോണിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദെക്കിയ അയച്ചവനും ഹിൽക്കിയായുടെ പുത്രനുമായ ഗമറിയായുടെയും
ഷാഫാന്റെ പുത്രൻ ഏലാസായുടെയും കൈവശം ബാബിലോണിലേക്ക് ഇത് അയച്ചത്. ജെറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് ഞാൻ പ്രവാസികളാക്കിയ സകല പ്രവാസികളോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ വീടുകൾ പണിത് പാർക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചവയുടെ ഫലം ഭക്ഷിക്കുവിൻ, ഭാര്യമാരെ സ്വീകരിച്ച് പുത്രീപുത്രന്മാർക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രന്മാർക്കായി ഭാര്യമാരെ തിരഞ്ഞെടുക്കുവിൻ, പുത്രിമാരെ ഭർത്താക്കന്മാർക്ക് നൽകുവിൻ, അവരും പുത്രീപുത്രന്മാരെ പ്രസവിക്കട്ടെ. നിങ്ങൾ അവിടെ പെരുകണം, നിങ്ങൾ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ പ്രവാസികളാക്കിയിരിക്കുന്ന നഗരത്തിൻ്റെ ക്ഷേമം തേടുവിൻ, അവൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, എന്തെന്നാൽ അവളുടെ ക്ഷേമത്തിലാണ് നിങ്ങളുടെ ക്ഷേമം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. നിശ്ചയമായും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന സദ്വചനം ഞാൻ നിറവേറ്റും. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എനിക്കറിയാം. നാശത്തിനുള്ളതല്ല, നിങ്ങൾക്ക് ഭാവിയും പ്രത്യാശയും നൽകാനുള്ള ക്ഷേമ പദ്ധതികൾ. കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങൾക്ക് ദൃശ്യനാകും. കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ അടിമത്തം നീക്കിക്കളയും. എല്ലാ ജനതകളിൽ നിന്നും ഞാൻ നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ വിപ്രവാസത്തിലേക്ക് അയച്ചുവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരും. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് നമുക്കായി ബാബിലോണിൽ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും, അതായത് നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ അവർക്കിടയിൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ ചീഞ്ഞത് നിമിത്തം ഭക്ഷിക്കപ്പെടാത്ത പൊട്ടിത്തുറന്ന അത്തിപ്പഴങ്ങൾ പോലെയാക്കും. സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ പിന്തുടരും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവരെ ബീഭത്സവസ്തുവായും ഞാൻ അവരെ ചിതറിച്ച സകല ജനതകളിലും ശാപത്തിനും സംഭ്രമത്തിനും പരിഹാസത്തിനും അവജ്ഞയ്ക്കുമായും ഞാൻ അവരെ വിട്ടുകൊടുക്കും. ഇതെൻ്റെ വചനങ്ങൾ അവർ ശ്രവിക്കാതിരുന്നതിന് പകരമാണ്. കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ അവരുടെ പക്കലേക്ക് നിരന്തരം അയച്ചിട്ടും അവർ കേട്ടില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്തൃവചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തിൽ നിങ്ങളോട് വ്യാജം പ്രവചിക്കുന്ന കോലായുടെ പുത്രൻ ആഹാബിനെക്കുറിച്ചും മാസേയായുടെ പുത്രൻ സെദെക്കിയായെക്കുറിച്ചും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, അവരെ ഞാൻ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ വച്ച് അവൻ അവരെ വധിക്കും. ബാബിലോണിലുള്ള യൂദാ പ്രവാസികൾക്കായി അവരിൽ നിന്ന് ഇപ്രകാരം ഒരു ശാപവാക്യം രൂപം കൊള്ളും: കർത്താവ് നിന്നെ ബാബിലോൺ രാജാവ് തീയിൽ ചുട്ട സെദെക്കിയായെ പോലെയും ആഹാബിനെ പോലെയും ആകട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഞാൻ അവരെ അനുശാസിക്കാതെ തന്നെ എൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുകയും ഇസ്രായേലിൽ അശ്രീകരം പ്രവർത്തിക്കുകയും ചെയ്തതിനാലാണിത്. ഞാനാണ് അറിയുന്നവനും സാക്ഷിയും. കർത്താവിൻ്റെ അരുളപ്പാട്. ഷെമായായുടെ പ്രതികരണം. നെഹലാമ്യനായ ഷെമായായോട് നീ ഇപ്രകാരം പറയണം: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ ജെറുസലേമിലുള്ള ജനത്തിന് മുഴുവനും പുരോഹിതനായ മാസേയായുടെ പുത്രൻ സെഫാനിയായ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ ഇപ്രകാരം കത്തുകൾ അയച്ചു: കർത്താവ് യഹോയാദായ്ക്ക് പകരം നിന്നെ പുരോഹിതനായി നിയോഗിച്ചത് സ്വയം പ്രവാചകനാകുന്ന ഓരോ ഭ്രാന്തനും നീ ദേവാലയത്തിൽ അധികാരിയായിരിക്കുന്നതിനും അവനെ തടവിലേക്കും കഴുത്തുവിലങ്ങിലേക്കും വിട്ടുകൊടുക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾക്കായി സ്വയം പ്രവാചകനായിരിക്കുന്ന അനാത്തോത്തുകാരൻ ജെറമിയായെ ശാസിക്കാത്തതെന്ത്? നിശ്ചയമായും അതുകൊണ്ടല്ലേ അവൻ ഇത് ദീർഘിക്കും: വീടുകൾ പണിത് പാർക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലമനുഭവിക്കുവിൻ എന്ന് പറയാനായി ബാബിലോണിൽ ഞങ്ങളുടെ പക്കലേക്ക് ആളയച്ചത്. പുരോഹിതനായ സെഫാനിയ ജെറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വചനം ജെറമിയായുടെ പക്കൽ ഇപ്രകാരം ഭവിച്ചു: നീ ആളയച്ച എല്ലാ പ്രവാസികളോടും ഇപ്രകാരം പറയുക: നെഹലാമ്യനായ ഷെമായയെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ വ്യാജത്തിൽ ആശ്രയിക്കാൻ ഇടയാക്കുകയും ചെയ്തതിനാൽ
കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ നെഹലാമ്യനായ ഷെമായായെയും അവൻ്റെ സന്തതിയെയും ശിക്ഷിക്കും. ഈ ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നവനായി അവൻ ഒരാളും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ജനത്തിനായി ഞാൻ ചെയ്യുന്ന നന്മ അവൻ കാണുകയുമില്ല. എന്തെന്നാൽ അവൻ കർത്താവിനെക്കുറിച്ച് പാഷണ്ഡത സംസാരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. ദാനിയേൽ അധ്യായം 10. അഭൗമിക ദർശനവും സന്ദേശവും. പേർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം വർഷം ബെൽത്തഷാസർ എന്ന് പേര് വിളിക്കുന്ന ദാനിയേലിന് ഒരു കാര്യം വെളിവാക്കപ്പെട്ടു. ആ കാര്യം സത്യമായിരുന്നു, വലിയൊരു സൈന്യത്തെ സംബന്ധിച്ചുമായിരുന്നു. അവൻ കാര്യം മനസ്സിലാക്കി. ദർശനത്തിലൂടെയാണ് അവന് ഉൾക്കാഴ്ചയുണ്ടായത്. ആ ദിനങ്ങളിൽ ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലം വിലാപമാചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം പൂർത്തിയാകും വരെ ഞാൻ ഇഷ്ടഭോജനം കഴിച്ചില്ല. മാംസവും വീഞ്ഞും എൻ്റെ വായിലേക്ക് പ്രവേശിച്ചില്ല. ഞാൻ ലേപനം ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രിസ് എന്ന മഹാനദിയുടെ കരയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അതാ ചണവസ്ത്രമണിഞ്ഞും ഊഫാസിലെ തനി സ്വർണം കൊണ്ട് അരചുറ്റപ്പെട്ടും ഒരാൾ. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽപ്പിണർ കാഴ്ച പോലെയും കണ്ണുകൾ തീപ്പന്തങ്ങൾ പോലെയും അവൻ്റെ കൈകാലുകൾ മിനുക്കമുള്ള പിച്ചളപ്രതലം പോലെയും വാഗ്ധ്വനി ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം കാഴ്ച കണ്ടു. എന്നോടൊപ്പമുണ്ടായിരുന്ന ആളുകൾ കാഴ്ച കണ്ടില്ല. എന്നാൽ ഒരു വലിയ നടുക്കം അവരുടെ മേൽ പതിച്ചിരുന്നു. സ്വയം ഒളിച്ചുകൊണ്ട് അവർ പലായനം ചെയ്തു. അങ്ങനെ ഞാൻ മാത്രം അവശേഷിച്ചപ്പോൾ ഈ മഹാദൃശ്യം ഞാൻ കണ്ടു. എന്നിൽ ശക്തി അവശേഷിച്ചില്ല. എൻ്റെ ശോഭ വിലക്ഷണമായി പരിണമിച്ചു. ഞാൻ ശക്തി നിലനിർത്തിയില്ല. അപ്പോൾ ഞാൻ അവൻ്റെ വചനങ്ങളുടെ സ്വരം കേട്ടു. അവൻ്റെ വചനങ്ങളുടെ സ്വരം കേട്ടപാടെ ഞാൻ പ്രജ്ഞയറ്റവനായി നിലത്തേക്ക് മുഖം കുത്തി. അപ്പോൾ അതാ ഒരു കൈ എന്നെ സ്പർശിച്ചു. അതെൻ്റെ മുട്ടുകൾക്കും കൈപ്പത്തികൾക്കും മേൽ എന്നെ മെല്ലെ പൊങ്ങാനിടയാക്കി. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, പ്രിയങ്കരനായ പുരുഷ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളാൽ പ്രബുദ്ധനാവുക. ഞാൻ ഇപ്പോൾ അയക്കപ്പെട്ടിരിക്കുന്നത് നിന്റെ പക്കലേക്കായതുകൊണ്ട് നീ നിൽക്കുന്നിടത്ത് നിലയുറപ്പിക്കുക. എന്നോട് അവൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ വിറകൊള്ളുന്നവനായി നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. പ്രബുദ്ധനാകാനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താനും നീ മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ കാര്യങ്ങൾ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കാര്യങ്ങൾ നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ പ്രമാണി 21 ദിവസം എനിക്ക് തടസ്സമായി നിന്നു. എങ്കിലും പ്രധാന പ്രമാണിമാരിൽ ഒരാളായ മീഖായേൽ എന്നെ സഹായിക്കാനെത്തി. അങ്ങനെ അവിടെ പേർഷ്യ രാജാക്കന്മാരുടെ ചാരെ ഞാൻ അവശേഷിച്ചു. വരും നാളുകളിൽ നിന്റെ ജനത്തിന് സംഭവിക്കുന്നത് എന്തെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ വന്നിരിക്കുന്നു. എന്തെന്നാൽ ദർശനം ഇനിയുള്ള നാളുകളെക്കുറിച്ചായിരിക്കും. ഇത്തരം കാര്യങ്ങൾ എന്നോടവൻ സംസാരിച്ചപ്പോൾ നിലത്തേക്ക് മുഖം തിരിച്ച് ഞാൻ സ്വയം മൂകനായി. അപ്പോൾ അതാ മനുഷ്യമക്കളുടെ രൂപമുള്ളവൻ എൻ്റെ അധരങ്ങളിൽ സ്പർശിക്കുന്നു. അപ്പോൾ ഞാൻ വായി തുറന്നു. ഞാൻ സംസാരിക്കട്ടെ? എനിക്കെതിരെ നിൽക്കുന്നവനോട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രഭു, ഈ കാഴ്ച നിമിത്തം എൻ്റെ വേദനകൾ എൻ്റെ മേൽ മാറിമറിഞ്ഞിരിക്കുന്നു. എനിക്ക് ബലം നിലനിർത്താനായിട്ടില്ല. എങ്ങനെ എൻ്റെ നാഥൻ്റെ ഈ ദാസന് എൻ്റെ ഈ നാഥനോട് സംസാരിക്കാനാകും? ഇപ്പോൾ മുതൽ എന്നിൽ ശക്തി നിൽക്കുന്നില്ല, എന്നിൽ ശ്വാസം അവശേഷിക്കുന്നുമില്ല. മനുഷ്യരൂപത്തിലുള്ളവൻ എന്നെ തുടർന്നും സ്പർശിച്ചു. എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, പ്രിയങ്കരനായ പുരുഷ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. മേൽക്കുമേൽ ശക്തി പ്രാപിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തി ആർജിച്ചു പറഞ്ഞു, എൻ്റെ നാഥൻ സംസാരിക്കട്ടെ, അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നല്ലോ. അവൻ പറഞ്ഞു, നിന്റെ അടുത്തേക്ക് ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ പ്രമാണിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെടുമ്പോൾ ഇതാ യവന പ്രമാണി വന്നിരിക്കും. എന്നാൽ സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നിന്നോട് വിവരിക്കാം. നിങ്ങളുടെ മുഖ്യനായ മീഖായേൽ അല്ലാതെ ഇവർക്കെതിരെ എന്നോടൊപ്പം ശക്തി തെളിയിക്കുന്ന ഒരുവൻ പോലുമില്ല. ദാനിയേൽ അധ്യായം 11. മേദിയക്കാരനായ ദാരിയൂസിനെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമായിരുന്നു അവൻ്റെ 1-ാം വർഷം ഞാൻ നിലകൊണ്ടത്. ദക്ഷിണോത്തര രാജ്യങ്ങളുടെ യുദ്ധം. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു സത്യം വിവരിക്കാം. ഇതാ ഇനിയും പേർഷ്യയ്ക്ക് 3 രാജാക്കന്മാർ ഉയർന്നു വരും. 4-മതൊരുവൻ എല്ലാവരെയും കാൾ വലിയ തോതിൽ സമ്പത്താർജിക്കും. അവൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ ശക്തനായി തീരുമ്പോൾ എല്ലാവരും യവന രാജ്യത്തെ ഇളക്കിവിടും. അപ്പോൾ ഒരു പോരാളി രാജാവായി ഉയർക്കൊള്ളും. അവൻ വലിയ അധിപതിയായി വാഴും. സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ നിലനിൽക്കവേ അവൻ്റെ സാമ്രാജ്യം തകർക്കപ്പെട്ട് 4 ആകാശവായുക്കൾക്കായി വിഭജിതമാകും. അത് അവൻ്റെ പിൻഗാമികൾക്കായിരിക്കുകയില്ല. അവൻ പുലർത്തിയ അവൻ്റെ ആധിപത്യം പോലെയും ആയിരിക്കുകയില്ല. എന്തെന്നാൽ ഇവരൊഴികെയുള്ള അന്യർക്ക് വേണ്ടി
അവൻ്റെ സാമ്രാജ്യം പിഴുതെടുക്കപ്പെടും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് ശക്തനാകും, അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവനും. എന്നാൽ അവൻ അദ്ദേഹത്തിന് മേൽ ശക്തനാവുകയും വാഴുകയും ചെയ്യും. അവൻ്റെ ആധിപത്യം വലിയ ആധിപത്യമായിരിക്കും. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ സഖ്യത്തിലാകും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പുത്രി ഉത്തരദേശത്തെ രാജാവിൻ്റെ അടുത്ത് കരാറിലേർപ്പെടാനെത്തും. എന്നാൽ അവൾക്ക് കരബലം നിലനിർത്താനാവുകയില്ല, അവനും അവൻ്റെ കരവും നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുവന്നവരും അവളുടെ ജനകനും ആ സമയങ്ങളിൽ അവളെ ബലപ്പെടുത്തിയവനും കയ്യേൽപ്പിക്കപ്പെടും. എന്നാൽ അവൻ്റെ ഒരു നാമ്പ് അവളുടെ വേരുകളുടെ മുടയിൽ നിന്നുളവാകും. അവൻ സൈന്യത്തിൻ്റെ പക്കൽ ചെല്ലും. എന്നിട്ട് ഉത്തരദേശത്തെ രാജാവിൻ്റെ കോട്ടയിൽ പ്രവേശിച്ച് അവരിലൂടെ പ്രവർത്തിച്ച് പിടിച്ചടക്കും. അവരുടെ വാർപ്പ് വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളിപ്പാത്രങ്ങളും സഹിതം അവരുടെ ദേവന്മാരെ പോലും തടവിലാക്കി അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ വർഷങ്ങളോളം അവൻ ഉത്തരദേശത്തെ രാജാവിൽ നിന്ന് വിട്ടുനിൽക്കും. അയാളാകട്ടെ ദക്ഷിണദേശത്തെ രാജാവിൻ്റെ രാജ്യത്തിൽ വരികയും തിരിച്ച് തൻ്റെ മണ്ണിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അയാളുടെ പുത്രന്മാർ യുദ്ധമുണ്ടാക്കി മഹാസൈന്യങ്ങളുടെ ഒരു വ്യൂഹം ശേഖരിക്കുകയും അലക്ഷ്യമായി വന്നിരച്ചു പാഞ്ഞ് കടന്നു പോവുകയും ചെയ്യും. പിന്നെ മടങ്ങി വന്ന് കോട്ട വരെ യുദ്ധം ചെയ്യും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് അയാളുമായി, അതായത് ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. ഒരു മഹാവ്യൂഹത്തെ അയാൾ വിന്യസിക്കും. എന്നാൽ ആ വ്യൂഹം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അയാളുടെ ഹൃദയം ഉയരുകയും 10,000 വീഴ്ത്തുകയും ചെയ്യും. പക്ഷേ അയാൾ പ്രബലനാവുകയില്ല. ഉത്തരദേശത്തെ രാജാവ് തിരിച്ചു വന്ന് മുമ്പത്തെക്കാൾ വലിയ സൈന്യവ്യൂഹത്തെ വിന്യസിക്കും. കാലങ്ങൾ വർഷങ്ങളായി തീരുമ്പോൾ ഒരു മഹാസൈന്യവും വിപുല ശേഖരവുമായി അവൻ തീർച്ചയായും വരും. അക്കാലങ്ങളിൽ അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരായി നിലകൊള്ളും. ദർശനം ഉറപ്പിക്കുന്നതിന് നിന്റെ ജനത്തിൻ്റെ അക്രമകാരികൾ സ്വയം ഉണരും, എന്നാൽ അവർ ഇടറും. ഉത്തരദേശത്തെ രാജാവ് അപ്പോൾ വന്ന് ഉപരോധം ഏർപ്പെടുത്തി കോട്ടകളുടെ നഗരം പിടിച്ചടക്കും. ദക്ഷിണദേശത്തിൻ്റെ പട്ടാളങ്ങൾ പിടിച്ചു നിൽക്കില്ല. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സൈനിക കൂട്ടമായാലും പിടിച്ചു നിൽക്കാൻ ശക്തിയുണ്ടാവുകയില്ല. എന്നാൽ അവൻ്റെ പക്കൽ എത്തുന്നവൻ സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. അയാളുടെ മുമ്പിൽ ആരും പിടിച്ചു നിൽക്കുകയില്ല. മഹത്വത്തിൻ്റെ ദേശത്ത് അയാൾ നിൽക്കുകയും അത് അയാളുടെ കൈയാൽ ഒടുങ്ങുകയും ചെയ്യും. പിന്നെ അയാൾ നേർഗതിക്കാരുമായി തൻ്റെ രാജ്യം മുഴുവൻ്റെയും ശക്തിയോടുകൂടെ പോകുന്നതിന് മുഖമുറപ്പിച്ച് അത് നടപ്പിലാക്കും. അവളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മഹിളാമണിയെ അയാൾ അവന് സമ്മാനിക്കും. എന്നാൽ അവൾ ഉറച്ചു നിൽക്കുകയില്ല, അവൻ്റേതാവുകയുമില്ല. അനന്തരം അയാൾ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിക്കും, പലതും പിടിച്ചടക്കും. അയാളിലൂടെയുണ്ടായ അപമാനം തനിക്ക് മടക്കി കിട്ടാതിരിക്കേണ്ടതിന് ഒരു സൈന്യാധിപൻ ആ അപമാനത്തിന് കടിഞ്ഞാണിടും. അയാൾ പിന്നെ തൻ്റെ മുഖം തിരിക്കുന്നത് സ്വന്തം നാടിൻ്റെ പ്രതിരോധങ്ങളിലേക്കായിരിക്കും. പക്ഷേ അയാൾ ഇടറി വീഴും, പിന്നെ അയാൾ കാണപ്പെടുകയില്ല. അതിക്രമിച്ച് കടന്ന് രാജ്യത്തിൻ്റെ യശസ് കവർന്നെടുക്കുന്ന ഒരുവൻ പിന്നെ അയാളുടെ സ്ഥാനത്ത് നിലകൊള്ളും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം കോപം മൂലമോ യുദ്ധം മൂലമോ അല്ലാതെ അവൻ സ്വയം തകരും. അവൻ്റെ സ്ഥാനത്ത് ഒരു നിന്ദ്യൻ നിലയുറപ്പിക്കും. എന്നാൽ രാജ്യത്വ കീർത്തി അയാളുടെ മേൽ അവർ ചാർത്തുകയില്ല. അതുകൊണ്ട് അയാൾ പൊടുന്നനെ വന്ന് കൗശലത്തിൽ രാജ്യത്വം പിടിച്ചെടുക്കും. അയാളുടെ മുമ്പിൽ നിന്ന് സൈന്യങ്ങൾ പ്രളയം പോലെ കുത്തിയൊഴുകി സ്വയം തകരും, ഉടമ്പടിയുടെ പ്രഭുക്കൾ പോലും. തന്നോട് സന്ധിയാകുന്നത് മുതൽ അയാൾ വഞ്ചന പ്രവർത്തിക്കും. കുറച്ചുപേരെ കൊണ്ട് അയാൾ ഉയർന്ന് പ്രബലനാകും. പൊടുന്നനെ പ്രവിശ്യയുടെ ഫലഭൂയിഷ്ഠതകളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത കൊള്ള അയാൾ ചെയ്യും. അയാൾ കൊള്ള മുതലും വിഭവവും അവർക്ക് വിതറും. നിശ്ചിത കാലം വരെയാണെങ്കിലും അയാൾ ശക്തിദുർഗങ്ങൾക്കെതിരെ തൻ്റെ ഉപായങ്ങൾ മെനയും. ഒരു മഹാസൈന്യത്തെക്കൊണ്ട് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ അയാൾ തൻ്റെ ശക്തിയും മനസ്സും ഉണർത്തും. ദക്ഷിണദേശത്തെ രാജാവ് വലുതും വളരെയേറെ ശക്തവുമായ ഒരു സൈന്യത്തെക്കൊണ്ട് യുദ്ധത്തിൽ അയാളെ നേരിടും. എന്നാൽ അവനെതിരെ അവർ ഉപായങ്ങൾ മെനയുന്നത് കൊണ്ട് അവന് പിടിച്ചു നിൽക്കാനാവുകയില്ല. അവൻ്റെ ഭക്ഷണവിഹിതം ആഹരിക്കുന്നവൻ തന്നെ അവനെ തകർക്കും. അവൻ്റെ സൈന്യം മുങ്ങിപ്പോകും, അനേകർ നിഹതരായി വീഴുകയും ചെയ്യും. തിന്മയിലേക്ക് മനസ്സുകളുള്ള 2 രാജാക്കന്മാർ ഒരേ മേശയ്ക്കരികിൽ വ്യാജം സംസാരിക്കും. പക്ഷേ അത് ഫലിക്കുകയില്ല. നിശ്ചിത സമയാന്തത്തിന് ഇനിയുമുണ്ടല്ലോ. അയാൾ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. പക്ഷേ അയാളുടെ ഹൃദയം വിശുദ്ധ സ്ഥലത്തിൻ്റെ ഉടമ്പടിക്കെതിരെയാകയാൽ അയാളത് നിവർത്തിച്ചിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിശ്ചിത സമയത്ത് അയാൾ ദക്ഷിണദേശത്തേക്ക് മടങ്ങിവരും. അത് മുമ്പത്തേതുപോലെ ആയിരിക്കില്ല, പിമ്പത്തേതുപോലെയും ആയിരിക്കില്ല. കിത്തിമിലെ നാടോടികൾ അയാൾക്കെതിരെ വരും. അയാൾ ഭഗ്നാശനായി പിന്മാറിക്കൊണ്ട് വിശുദ്ധ സ്ഥലത്തിൻ്റെ ഉടമ്പടിക്കെതിരെ ക്രുദ്ധനായി പ്രവർത്തിക്കും. പിന്നെ അയാൾ തിരിച്ചു വന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ ഉടമ്പടി ഉപേക്ഷിച്ചവരെക്കുറിച്ച് മനസ്സിലാക്കും. തുടർന്ന് അയാളുടെ പക്കൽ നിന്ന് സൈന്യങ്ങൾ മുന്നേറി
ശ്രീകോവിലും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തരയാഗം നിരോധിക്കുകയും വിനാശത്തിൻ്റെ മ്ലേച്ഛത സ്ഥാപിക്കുകയും ചെയ്യും. ഉടമ്പടി തെറ്റിക്കുന്നവരെ അയാൾ മുഖസ്തുതികൾ കൊണ്ട് വശീകരിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് പ്രവർത്തിക്കും. കുറേ കാലത്തേക്ക് വാളും തീജ്വാലയും അടിമത്തവും കവർച്ചയും കൊണ്ട് അവർ ഇടറുമെങ്കിലും ജനത്തിൻ്റെ പ്രബോധകർ അനേകർക്ക് ഉൾക്കാഴ്ച പകരും. ഇടറുമ്പോൾ അവർ അല്പമൊക്കെ സഹായിക്കപ്പെടും. കൗശലത്തോടെ പലരും അവരോട് ചേരുകയും ചെയ്യും. അവരിലെ കറയകറ്റാനും ശുദ്ധീകരിക്കാനും അവസാന സമയം വരെ വെണ്മയുറ്റവരാക്കാനും വേണ്ടി പ്രബോധകരിൽ ചിലരും ഇടറും. നിശ്ചിത സമയത്തിന് ഇനിയും കാലമുണ്ടല്ലോ. രാജാവ് സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. അവൻ തന്നെ തന്നെ ഉയർത്തുകയും ദേവഗണം മുഴുവനും ഉപരിയായി തന്നെ തന്നെ വലിയവനാക്കുകയും ദേവന്മാരുടെ ദൈവത്തിനെതിരെ അതിശയകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ വിജയിക്കും. എന്തെന്നാൽ തീരുമാനിക്കപ്പെട്ടതാണ് സംഭവിക്കുന്നത്. തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെക്കുറിച്ച് അവൻ ഗൗനിക്കുകയില്ല. തൻ്റെ സ്ത്രീകളുടെ ഇഷ്ടവിഗ്രഹത്തെക്കുറിച്ചോ ഏതെങ്കിലും ദേവനെക്കുറിച്ചോ അവൻ ഗൗനിക്കുകയില്ല. എന്തെന്നാൽ എല്ലാറ്റിനും ഉപരി അവൻ വലിയവനാക്കുന്നത് തന്നെ തന്നെയാണ്. തൻ്റെ സ്ഥാനത്ത് അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും. തൻ്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ അവൻ സ്വർണം, വെള്ളി, രത്നങ്ങൾ, കമനീയ വസ്തുക്കൾ എന്നിവ കൊണ്ട് ആദരിക്കും. സുരക്ഷിത കോട്ടകൾക്കെതിരെ അവനൊരു അന്യദേവനോടൊത്ത് പ്രവർത്തിക്കും. അവനെ അംഗീകരിക്കുന്നത് യശസ്സ് വർദ്ധിപ്പിക്കും. അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും വിൽപ്പന വിലയ്ക്ക് മണ്ണ് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനുമായി പടപൊരുതും. പക്ഷേ രഥവും കുതിരപ്പടയാളികളും അനേകം കപ്പലുകളുമായി ഉത്തരദേശ രാജാവ് അവനെതിരെ ആഞ്ഞടിക്കും. അവൻ രാജ്യങ്ങളിലെത്തി കുത്തിയൊഴുകി കടന്നുപോകും. അവൻ മഹത്വത്തിൻ്റെ ദേശത്ത് വന്നെത്തും. അനേകം രാജ്യങ്ങൾ അടിപതറും. എന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പറയുന്നവർ രക്ഷിക്കപ്പെടും. ഏദോമും മോവാബും അമ്മോന്യരുടെ പ്രധാന ഭാഗവും. അവൻ രാജ്യങ്ങൾക്കെതിരെ കരം പ്രയോഗിക്കും. ഈജിപ്ത് ദേശം സ്വതന്ത്രമായി തീരുകയില്ല. അവൻ ഈജിപ്തിൻ്റെ സ്വർണ്ണ രജത നിധികൾക്കുമേലും സകല അമൂല്യ ശേഖരത്തിന്മേലും വാഴും. ലിബിയക്കാരും എത്യോപ്യക്കാരും അവൻ്റെ കാൽ കീഴിലാകും. എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നും കിംവദന്തികൾ അവനെ പരിഭ്രാന്തനാക്കും. അവൻ ഉഗ്രതാപത്തോടെ അനേകരെ ഉന്മൂലനം ചെയ്യാനും നശിപ്പിക്കാനുമായി പുറപ്പെടും. കടലിനും വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹത്വമലയ്ക്കുമിടയ്ക്കായി അവൻ തൻ്റെ രാജമന്ദിരത്തിൻ്റെ കൂടാരങ്ങളടിക്കും. എങ്കിലും തനിക്ക് സഹായകനില്ലാതെ അവൻ തൻ്റെ അന്ത്യത്തോട് അടുക്കും. സുഭാഷിതങ്ങൾ അധ്യായം 16, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. നീതിയുടെ അധരങ്ങളാണ് രാജാക്കന്മാർക്ക് സംപ്രീതി. ധർമ്മിഷ്ഠരുടെ സംസാരം അവൻ ഇഷ്ടപ്പെടുന്നു. രാജക്രോധം മരണദൂതന്മാരാണ്. ജ്ഞാനിയായ ആൾക്ക് അത് പരിഹരിക്കാനാകും. രാജാവിൻ്റെ മുഖശോഭയിലാണ് ജീവൻ. അവൻ്റെ പ്രീതി വസന്തമഴയുടെ മേഘം പോലെയാണ്. ജ്ഞാനം നേടുന്നത് സ്വർണത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠം. ഉൾക്കാഴ്ച നേടുന്നത് വെള്ളിയേക്കാൾ അഭികാമ്യവും. പ്രിയമുള്ളവരെ, 243 ദിവസത്തിലേക്ക് നമ്മുടെ വചനത്തിലൂടെയുള്ള യാത്ര എത്തി നിൽക്കുകയാണ്. ജെറമിയായിലും ദാനിയേലിലും വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജെറമിയായുടെ പ്രവചനം 28 അധ്യായത്തിൽ ഹനനിയ എന്ന ഒരു വ്യാജ പ്രവാചകൻ ജെറമിയ പ്രവചിച്ചതിന് വിപരീതമായി ബാബിലോണിലേക്ക് ദീർഘകാലം നിങ്ങൾ കൊണ്ടുപോകപ്പെടുകയില്ലെന്നും ബാബിലോണിൻ്റെ നുകം ദൈവം തകർക്കുമെന്നും തെറ്റായ ഒരു വാർത്ത, ഒരു പ്രവചനം കൊടുക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ എന്ന ഈ വ്യാജപ്രവാചകൻ നുകം ഒടിച്ചു കളയുകയും കർത്താവ് അത് കാണുമ്പോൾ ഈ തടി നുകത്തിന് പകരം ഞാനിനി ഇരുമ്പ് നുകം വെക്കും എന്ന് പറയുകയും ചെയ്യുന്നു. ദൈവഹിതം ബാബിലോൺ രാജാവിന് ജനം കീഴടങ്ങുക എന്നതായിരുന്നു. എന്നാൽ അത് അനുസരിക്കാൻ അവർ സന്നദ്ധരാകാത്തതുകൊണ്ട് ദൈവം പറയുകയാണ്, നെബൂഖദ്നേസർ രാജാവിൻ്റെ കീഴിലുള്ള ഈ പ്രവാസം കുറെ കൂടി ക്ലേശകരവും ദുരിതപൂർണവുമായി മാറുകയാണ്. തടി നുകത്തിന് പകരം നിങ്ങളുടെ മേൽ ഇരുമ്പ് നുകം വെക്കപ്പെടുകയാണ്. ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്നവർക്ക് ജെറമിയ ഒരു കത്ത് കൊടുത്തുവിടുന്നു. അവരോട് ജെറമിയ പറയുന്നു, 70 വർഷം പ്രവാസം ദീർഘിക്കും. അതുകൊണ്ട് നിങ്ങൾ ബാബിലോണിൽ വീടുകൾ പണിത് വാസമുറപ്പിക്കണം, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യണം, വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. 70 വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ഇവിടെയാണ് നമുക്ക് സുപരിചിതമായ ആ വചനമുള്ളത്. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് എന്നുള്ള ആ സുപരിചിതമായ വചനം.
പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളെ ഞാൻ ശ്രവിക്കുകയും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുകയും ചെയ്യും. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ അധ്യായം ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രസിദ്ധമായ പ്രാർത്ഥനയുടെ ബൈബിൾ പശ്ചാത്തലമാണ്. സൈറസിൻ്റെ കാലത്ത് ദാനിയേൽ ജനത്തിൻ്റെ പ്രതിനിധിയായി നിന്ന് 3 ആഴ്ച കാലത്തേക്ക് ഒരു പരിഹാര പ്രാർത്ഥന ഏറ്റെടുക്കുകയാണ്. 21 ദിവസത്തെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ ദൈവദൂതൻ അയക്കപ്പെട്ടെങ്കിലും മറുപടിയുമായി വന്ന ദൈവദൂതനെ പേർഷ്യ രാജ്യത്തിൻ്റെ പ്രമാണി, പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപി തടയുകയാണ്. ദാനിയേലിൻ്റെ വിലാപവും പരിഹാരവും സ്വീകരിക്കുന്ന ദൈവം ഈ പൈശാചിക ശക്തിക്കെതിരായി മീഖായേലിനെ അയക്കുകയും മീഖായേലും പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപിയും യുദ്ധം ചെയ്യുമ്പോൾ ഗബ്രിയേൽ മാലാഖ ഈ വിവരങ്ങൾ, ഈ വെളിപ്പെടുത്തലുകൾ ദാനിയേലിനെ അറിയിക്കാൻ ദാനിയേലിൻ്റെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ പിശാച് പലതരത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിഹാരവും പ്രായശ്ചിത്തവും അനുഷ്ഠിച്ചുള്ള പ്രാർത്ഥന, ഈശോ പറഞ്ഞതുപോലെ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് സൂചിപ്പിക്കുന്നത് പോലെ പരിഹാരം അനുഷ്ഠിച്ചുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയെ കുറെ കൂടി ഫലദായകമാക്കി മാറ്റും. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദാനിയേലിന് വെളിപ്പെടുത്തപ്പെടുകയാണ്. മഹാനായ അലക്സാണ്ടർ എന്നു പേരുള്ള യവന രാജ്യത്തിൻ്റെ, ഗ്രീക്ക് രാജ്യത്തിൻ്റെ രാജാവ് വരുമെന്നും ആ രാജാവ് പേർഷ്യ രാജ്യത്തെ കീഴടക്കുമെന്നും പിന്നീട് ഈ ഗ്രീക്ക് രാജാവിൻ്റെ അലക്സാണ്ടറിൻ്റെ 4 ജനറലുകൾക്കായി രാജ്യം 4ആയി വിഭജിക്കപ്പെടുമെന്നും ദാനിയേലിന് ദർശനമുണ്ടാവുകയാണ്. ദക്ഷിണാദേശത്തെ രാജ്യം എന്ന് സൂചിപ്പിക്കുന്നത് 4ആയി വിഭജിക്കപ്പെട്ട ഗ്രീക്ക് രാജാവിൻ്റെ സാമ്രാജ്യത്തിലെ സൗത്തിലെ ദക്ഷിണഭാഗത്തെ രാജ്യമായ ഈജിപ്തിനെയാണ്. ഉത്തരദേശത്തെ രാജ്യമെന്ന് ഉദ്ദേശിക്കുന്നത് സിറിയയെയാണ്. ഈജിപ്ത് ടോളമികളും സിറിയ സെലൂസിഡ് രാജാക്കന്മാരുമാണ് ഭരിച്ചത്. 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈജിപ്തും സിറിയയും തമ്മിലുള്ള വിവാഹബന്ധത്തെക്കുറിച്ചുള്ള, അവർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. 11:16 സിറിയ പാലസ്തീനെ കീഴടക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനം. 11:18 റോം സിറിയയെ കീഴടക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനം. 11:19 അന്തിയോക്കസ് എപ്പിഫാനസ് കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച്. 11:21 അന്തിയോക്കസ് 4-ാമൻ അഥവാ അന്തിയോക്കസ് എപ്പിഫാനസിനെ കുറിച്ചുള്ള പ്രവചനം. 11:31 അന്തിയോക്കസ് എപ്പിഫാനസ് ജെറുസലേം ദേവാലയത്തിൽ പന്നിയെ ബലി കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനം. ചുരുക്കി പറഞ്ഞാൽ ഈ 11-ാം അധ്യായം മുഴുവൻ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇനിയും പേർഷ്യ രാജ്യം കീഴടങ്ങുന്നു. പേർഷ്യ രാജ്യത്തെ യവന രാജാവ് അലക്സാണ്ടർ കീഴടക്കുന്നു. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 4 ജനറൽസിനായി രാജ്യം 4ആയി വിഭജിക്കപ്പെടുന്നു. അതിലെ ദക്ഷിണ ഭാഗം, അതായത് ഈജിപ്ത് ഉൾപ്പെടുന്ന ആ ഭാഗമാണ് പാലസ്തീനെ പിന്നെ ഭരിക്കുന്നത്. ആ ഭാഗത്തെ പിന്നീട് ഉത്തരഭാഗം അഥവാ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ ആ സെലൂസിഡ് രാജവംശം കീഴടക്കുന്നു. പിന്നീട് പാലസ്തീൻ്റെ നിയന്ത്രണം അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ സിറിയ രാജ്യം ഏറ്റെടുക്കുന്നു. അന്തിയോക്കസ് എപ്പിഫാനസിനെ കുറിച്ചുള്ള പ്രവചനം വായിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ 11-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്നത് മിശിഹായുഗത്തിന് മുമ്പ് പൂർത്തിയാകപ്പെടേണ്ട ചില സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പാലസ്തീനെ സിറിയ രാജ്യം കീഴടക്കി. സിറിയ രാജാവായ അന്തിയോക്കസ് എപ്പിഫാനസ് ദേവാലയം ഡെസക്രേറ്റ് ചെയ്ത് അശുദ്ധമാക്കി ദേവാലയത്തെ നശിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നതെങ്കിലും ഇമ്മീഡിയറ്റായ ഫുൾഫിൽമെൻറ്റ് അന്തിയോക്കസിനെ കുറിച്ചാണെങ്കിലും ഈ പ്രവചനങ്ങൾ എതിർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൂടിയാണ്. ഒരേ സമയം ഇത് അന്തിയോക്കസ് എപ്പിഫാനസിനെക്കുറിച്ചും അതേസമയം ഇത് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുമുള്ള പ്രവചനങ്ങളായി വേണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വായിച്ചെടുക്കാനായി. ചുരുക്കി പറഞ്ഞാൽ ദാനിയേൽ 11-ാം അധ്യായത്തിൽ കാണുന്നത് ഇനി വരാൻ പോകുന്ന ഏതാണ്ട് 20-ലധികം പ്രവചനങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഓരോന്നോരോന്നായി വായിച്ച് മനസ്സിലാക്കുന്നത്. ഓരോ പ്രവചനവും എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് കാണുന്നതിനേക്കാൾ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന് നിയന്ത്രണമുണ്ടെന്നും എല്ലാം ദൈവത്തിൻ്റെ അറിവിലാണ് സംഭവിക്കുന്നതെന്നുമുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് ഈ വചനഭാഗത്തു കൂടി കിട്ടുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ചരിത്രത്തെ നയിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു എന്നുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. യെറമിയായിൽ വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. പ്രവാസത്തിലേക്ക് പോയ ജനത്തെ ദൈവം
കൈവിട്ട് കളഞ്ഞിട്ടില്ല. പ്രവാസത്തിലേക്ക് പോയ ജനത്തിന് 2 രീതിയിലാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. ഒന്നാമത്തേത്, എസെക്കിയേൽ കണ്ട ഒരു ദർശനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കെബാർ നദിയുടെ തീരത്തെ പ്രവാസികൾ വസിക്കുന്ന ഇടത്ത് ജെറുസലേം ദേവാലയത്തിൽ മാത്രം കാണപ്പെട്ട ദൈവത്തിൻ്റെ സിംഹാസനം പ്രവാസികളുടെ ഇടയിൽ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നുണ്ട്. അതായത് ദൈവം അവരുടെ കൂടെ വസിക്കുകയാണ്. രണ്ടാമത്തേത്, നിരന്തരമായി ദൈവം പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളോട് പ്രവാചകന്മാരിലൂടെ, ദൈവമനുഷ്യരിലൂടെ സംസാരിച്ച് അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അവരെ തിരികെ കൊണ്ടുവരുമെന്ന വാഗ്ദാനം നൽകി ഉറപ്പിച്ചു നിർത്തുകയാണ്. എസെക്കിയേൽ ഒരു ഉദാഹരണമാണ്. ദാനിയേൽ ഒരു ഉദാഹരണമാണ്. ജെറമിയ ബാബിലോണിലേക്ക് കൊടുത്തുവിടുന്ന കത്തുകളും ഒരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും ദൈവം നമ്മളെ കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സത്യത്തിൽ ദൈവം നമ്മളെ കൈവിടുന്നതേയില്ല. ഏത് ദുരന്തത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും അവിടെ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്, ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്. അവിടെ നമ്മളോട് ദൈവം നിരന്തരമായി സംസാരിച്ച് നമ്മളെ മടക്കി കൊണ്ടുവരാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി നമ്മുടെ കൂടെയുള്ള ദുഃഖത്തിലും സങ്കടത്തിലും സഹനങ്ങളിലും സന്തോഷങ്ങളിലുമെല്ലാം കൂടെയുള്ള ഒരു ദൈവത്തെ അറിയാനും ആരാധിക്കാനും കഴിഞ്ഞതിൻ്റെ ഭാഗ്യമോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നല്ല ദൈവമേ, ഈ വെളിപ്പെടുത്തലുകൾക്കായി നന്ദി പറയുന്നു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ പൈശാചികതകളെ അതിജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാൻ ദാനിയേലിനെ പോലെ പ്രായശ്ചിത്തത്തിൻ്റെ അരൂപിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കഷ്ടതകളിൽ കൂടെയുണ്ട് എന്നുള്ള ആ കരുത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവായ ദൈവമേ, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്, സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും അവിടുന്നാണ് എന്ന വിശ്വാസത്തോടു കൂടി ധൈര്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദീർഘമായ ഒരു വായനയായിരുന്നു ഇന്നത്തേത്. നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിങ്ങൾക്ക് ഞാൻ നേരുകയും ചെയ്യുന്നു. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.